ഹലോ എവരി വൺ, വെൽക്കം ടു ടോക്ക്. ഇന്നത്തെ ഏറ്റവും ആദ്യത്തെ കാര്യം ഒരു സ്പെഷ്യൽ കാര്യമാണ്, ഒരു കൺസെപ്റ്റാണ്. ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് കവാസാക്കി ഒരു കുതിരയെ, ഒരു റോബോട്ടിക് കുതിരയെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ കൺസെപ്റ്റായിട്ടാണ്, പക്ഷെ അവർ അധികം വൈകാതെ തന്നെ അതൊരു പ്രൊഡക്ഷൻ വേരിയൻ്റ് ആയിട്ട് കൊണ്ടുവരുമെന്ന് കവാസാക്കി പറയുന്നുണ്ട്. കണ്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്കറിയാലോ, നമ്മുടെ ആദ്യകാലത്ത് ഈ ട്രയൽ റൈഡിങ്, എൻഡ്യൂറോ റൈഡിങ് എന്നൊക്കെ പറയുന്ന പോലെ ആളുകൾ യൂസ് ചെയ്തിരുന്നൊരു സാധനമാണ് കുതിര എന്ന് പറയുന്നത്. സോ ആ ഒരു കുതിരേനെ തന്നെ ഓഫ് റോഡ് സെഗ്മെന്റിലേക്ക് അല്ലെങ്കിൽ ഓഫ് റോഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കവാസാക്കി ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു കൺസെപ്റ്റാണ്, പക്ഷെ അധികം വൈകാതെ തന്നെ അതൊരു പ്രൊഡക്ഷൻ മോഡലാക്കും എന്ന് അവർ പറയുന്നു. കവാസാക്കി എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ച് പറയുമ്പോൾ കവാസാക്കി കൺസെപ്റ്റ് കൊണ്ടുവരുന്ന എല്ലാ കാര്യവും പ്രൊഡക്ഷനിലേക്ക് എത്തിക്കാറുണ്ട്. അതുകൊണ്ട് ഇതും നമുക്ക് അധികം വൈകാതെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഹൈഡ്രജൻ ഫ്യൂൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കുതിരയെ റൺ ചെയ്യിക്കുന്നത്. ബേസിക്കലി ഒരു ഇലക്ട്രിക് കുതിര പോലെ ആയിരിക്കും. ഫ്യൂൽ സെൽ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യാം. ഇനി ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ചൈനക്കാർ ഇതിനപ്പുറമുള്ള സാധനങ്ങൾ ഓൾറെഡി പ്രൊഡക്ഷൻ ആയിട്ടുള്ള പല സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ വേണ്ടി നോക്കാം. അടുത്തൊരു ന്യൂസ്, ഹോണ്ട CB300R റീകോൾ ഉണ്ട്. കുറേ കസ്റ്റമേഴ്സ്, ഒന്നും രണ്ടും ഒന്നല്ല, കുറേ കസ്റ്റമേഴ്സ് എനിക്ക് CB300R കസ്റ്റമേഴ്സ് എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. എപ്പോഴും മീൻസ് അവർക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഹോണ്ട CB300R വരുന്നത്. പക്ഷെ ഇപ്പോൾ റീകോൾ ചെയ്തിരിക്കുന്നത് അത്ര വലിയൊരു ഇഷ്യൂവിലൊന്നല്ല, എന്നാലും റീകോൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂവിന് വേണ്ടി മാത്രം റീകോൾ ചെയ്യേണ്ട ഒരു മോട്ടോർ സൈക്കിൾ അല്ല. എൻ്റയർലി ആ ഒരു മോട്ടോർ സൈക്കിളിലുള്ള പ്രശ്നത്തിനൊക്കെ റീകോൾ ചെയ്യേണ്ട ഒരു മോട്ടോർ സൈക്കിളാണ് ഹോണ്ട CB300R എന്ന് പറയുന്നത്. ഇപ്പോൾ റീകോൾ ചെയ്തിരിക്കുന്നത് 2018 തൊട്ട് 2020 വരെയുള്ള മോഡൽസിന് ഹെഡ് ലാമ്പിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അത് വളയ്ക്കുമ്പോഴൊക്കെ വണ്ടി ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടൊക്കെ ഓടിക്കുന്ന സമയത്ത് എന്താ പറയുക, പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ അത് ആ ഒരു കേബിൾ, ഇലക്ട്രിക് കേബിൾ കട്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇപ്പോൾ റീകോൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും CB300R ഓണേഴ്സിന് വളരെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ അടുത്തടക്കം ഒരു കസ്റ്റമർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എഞ്ചിൻ ലീക്ക്, റേഡിയേറ്റർ ഓയിൽ ലീക്ക്, റേഡിയേറ്റർ വാട്ടർ ലീക്ക്, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ആയിട്ട്. എന്തായാലും ഹോണ്ട ജാപ്പനീസ് റിലയബിലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ലോങ്ജിവിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യമൊക്കെ ജാപ്പനീസ് മാനുഫാക്ചേഴ്സിന് അല്ലെങ്കിൽ ഏതൊരു മാനുഫാക്ചേഴ്സിന് ഇല്ലാതായി തുടങ്ങി. എന്തുകൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നതെന്ന് എനിക്കറിയില്ല. പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം, ആഫ്റ്റർ സെയിലും കാര്യങ്ങളൊന്നും ആരും നോക്കുന്നില്ല. ഓക്കെ, അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് BMW R1300R എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1300 GSA-ലൊക്കെയുള്ള ആ ഒരു സെയിം എഞ്ചിൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു നേക്കഡ് മോട്ടോർ സൈക്കിൾ BMW കൊണ്ടുവരുന്നു എന്നുള്ളത്. അതെന്തായാലും ഇന്റർനാഷണലി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യയിൽ അധികം വൈകാതെ തന്നെ ഈ ഒരു മോഡൽ വരും. കാരണം BMW എന്ന് പറയുന്ന ബ്രാൻഡ് ഓൾമോസ്റ്റ് എല്ലാ മോട്ടോർ സൈക്കിൾസും, അവരുടെ എല്ലാ മോട്ടോർ സൈക്കിൾസും ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. വലിയൊരു യൂണിറ്റ് സെയിലല്ല, എന്നിരുന്നാലും ഒരു 10 സെയിലാക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് അവർ ഇന്ത്യയിൽ ഈ പറയുന്ന വലിയ മോട്ടോർ സൈക്കിൾ കൊണ്ടുവരുന്നത്. കാണാനായിട്ട് നന്നായിട്ടുണ്ട്. പഴയ R1200R അല്ലെങ്കിൽ 1250R ഒക്കെ ഓൾമോസ്റ്റ് ആ ഒരു ഡിസൈൻ തന്നെയാണ്. പക്ഷേ ഭീകരമായിട്ടുള്ളൊരു ലുക്കാണ്. കാരണം അത്ര വലിയൊരു എഞ്ചിനെ അഡാപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടിയും വലുപ്പം വേണം, നമുക്കറിയാലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് BMW ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു ന്യൂസാണ്, അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. ബജാജ് പൾസർ NS200 ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോഡൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബജാജ് നോക്കുന്നുണ്ട്. ഓൾറെഡി ഡീലർഷിപ്പിലൊക്കെ എത്തി എന്നാണ് പറയുന്നത്. ഡീലർഷിപ്പിൽ നിന്നുള്ള കുറച്ച് സ്പൈ ഷോട്ട് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ബജാജിന് അറിയാലോ എപ്പോഴും അഫോർഡബിൾ ആക്കുക എന്നുള്ള ഒരു ചിന്ത ഉണ്ട്. അപ്പോൾ NS200 അഫോർഡബിൾ ആക്കാനായിട്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്, നോർമലായിട്ടുള്ള ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നുണ്ട്. പിന്നെ സിംഗിൾ ചാനലായിട്ട് ABS വരുന്നുള്ളൂ. അതൊക്കെയാണ് ഈ ഒരു അഫോർഡബിലിറ്റി എന്ന് പറയുന്ന രീതിയിലേക്ക് ബജാജ് പുതിയ NS200 ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. എന്തിനാണ് ഈ ഒരു അഫോർഡബിലിറ്റിയിലേക്ക് ബജാജ് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം കുറേ പരാജയങ്ങൾ അവർക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ അഫോർഡബിലിറ്റി ഭയങ്കരമായി നോക്കിയിട്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ F250, N250, NS400, അതൊക്കെ അല്ലെങ്കിൽ NC400 എന്ന് പറയുന്ന മോഡലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അഫോർഡബിലിറ്റി നോക്കിയിട്ട് സെയിൽ കിട്ടാത്ത മോഡലുകളാണ്. അപ്പോൾ ആളുകൾ അഫോർഡബിലിറ്റി നോക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിന് ആവശ്യമായി പ്രത്യേകിച്ച് ഈ ഒരു ട്രെൻഡ്, നമുക്കറിയാം ട്രെൻഡിനനുസരിച്ചിട്ടാണ് പല കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ട്രെൻഡിനനുസരിച്ച് നിൽക്കാതെ അഫോർഡബിൾ എന്ന് പറയുന്ന ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ഓൾറെഡി വലിയ 2 പ്രൊജക്റ്റ് വന്നിട്ട് ഫെയിലായ ബജാജിന് ഇനിയും ഇതിൻ്റെ ഒരു പരീക്ഷണം വേണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ താഴെ കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, അടുത്തൊരു ബജാജിൻ്റെ മോട്ടോർ സൈക്കിൾ സ്പൈ ഷോട്ട് ചെയ്തിട്ടുണ്ട്. ബജാജ് പ്ലാറ്റിനയുടെ 110cc ആയിട്ടുള്ള മോഡലാണ്. നമുക്കറിയാം ഓൾറെഡി കുറച്ച് നാൾക്ക് മുൻപ് ഈ ഒരു മോഡലൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മോഡലാണ് ഇപ്പോൾ ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. ഷോക്കേസ് അല്ല, ഷോറൂമിൽ സ്പൈ ചെയ്തിരിക്കുന്നത്. ലോഞ്ചിന് മുന്നേ തന്നെ ഷോറൂമിൽ സ്പൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു മോഡല്.
അപ്പോൾ അതിന് പ്ലാറ്റിന എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ കുറേ നാളായിട്ട് മാറിയിട്ടുണ്ട്. പുതിയ പ്ലാറ്റിനയുടെ ഡിസൈനും ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഹീറോനെ ഡിസൈൻ പോലെ അല്ലെങ്കിൽ ഹീറോൻ്റെ ആ ഒരു ഡിസൈൻ ക്യാരക്ടറിലേക്ക് ചായ്വ് വരുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഇനി അടുത്ത കാര്യം, നമ്മുടെ KTM Enduro 390R പ്രൈസിങ്ങിനെ കുറിച്ച് ഞാൻ ഇന്നലെ സംസാരിക്കാൻ മറന്നു. പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത പ്രൈസിംഗ് ആണ്. കാരണം അഡ്വഞ്ചർ എസിൻ്റെ ഒരു നേക്കഡ് വെർഷൻ ആണല്ലോ. അപ്പോൾ ഏകദേശം ഒരു 30,000-40,000 തോന്നുന്നു ഷോറൂം പ്രൈസിൽ ഡിഫറൻസ് വരുന്നത്. അങ്ങനെ വന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്കറിയാം അതൊരു എൻഡ്യൂറോ അല്ല. കാരണം 177 kg ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഒരു മോഡലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കമ്പയർ ടു ഇന്റർനാഷണൽ സ്പെക്കിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ അടുത്ത കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലരും പറയുന്നുണ്ട് എൻഡ്യൂറോ R എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു മോഡൽ ഇപ്പോൾ കൊണ്ടുവന്നത് KTMന്റെ സ്ട്രാറ്റജിയാണ്. അങ്ങനെയൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റജി ഒന്നല്ല, KTM പെട്ടുപോയതാണ്. ഇന്ത്യൻ കസ്റ്റമേഴ്സ് ഒറ്റയടിക്ക് എല്ലാവരും കൂടി തിരിച്ചടിക്കുമെന്ന് KTM, ബജാജ് അല്ലെങ്കിൽ KTM ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ തിരിച്ചടി കിട്ടിയപ്പോൾ അവർ ഇന്റർനാഷണൽ സ്പെക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്ന് പറയുന്നതാണ്. അത് കൊണ്ടുവന്നാൽ നമുക്ക് കാണാം. പിന്നെ സ്ട്രാറ്റജി എന്ന് പറയുന്നവരുടെ അടുത്ത് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻഡ്യൂറോ S എന്നായിരിക്കും അവർ പേരിടുക, അല്ലെങ്കിൽ വെറും എൻഡ്യൂറോ എന്ന് പേരിടും, എന്നിട്ട് R എന്ന് പറയുന്ന മോഡൽ പിന്നെ കൊണ്ടുവരും. ഇതിപ്പോൾ എൻഡ്യൂറോ R എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്ക് വേണ്ടി ഒരു സ്പെക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബജാജിന്റെ ചീഞ്ഞ ബുദ്ധി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ എല്ലാവരും കൂടി പിടിച്ചു കൂമ്പിനിട്ട് അടിച്ചു. സോ അതാണിപ്പോൾ എൻഡ്യൂറോയ്ക്ക് ഉണ്ടായിരിക്കണേ. പിന്നെ അടുത്തൊരു കാര്യം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ Enduro 390 മീഡിയ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഡിനോസ് ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഫ്ലുവൻസർ, ടെസ്റ്റ് റൈഡർ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഇൻഫ്ലുവൻസറിന്റെ ത്രോട്ടിൽ ലോക്കായിട്ട് അദ്ദേഹം പോയി ഇടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് ട്രയംഫിൻ്റെ വണ്ടികൾക്കൊക്കെ കുറച്ച് പേർക്ക് ഉണ്ടായിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ക്വാളിറ്റി ഇഷ്യൂസ് തന്നെയാണ്, അല്ലാതെ ഞാൻ ഒരിക്കലും പറയില്ല. അപ്പോൾ KTM ഈ പറയുന്ന മാതിരി ക്വാളിറ്റി ഇഷ്യൂസ് ഇനിയും കുറച്ച് എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത്. ബജാജ് ക്വാളിറ്റി ലെവലിലേക്ക് എത്തി എന്ന് പറയാം KTM അവസാനം. നിങ്ങൾ അഡ്വഞ്ചർ 390യുടെ റീലുകൾ തന്നെ നിങ്ങൾക്ക് കുറേ വരുന്നുണ്ടായിരിക്കും, എല്ലാവർക്കും വരുന്നുണ്ടായിരിക്കും. കുറേ മീഡിയാസ് തന്നെ KTM ഇഷ്യൂസിനെ കുറിച്ച് ഷെയർ ചെയ്ത് തുടങ്ങി. നല്ല കാര്യം, ഈ ഷെയർ ചെയ്യുന്ന മീഡിയാസ് ചിലപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് വേൾഡ് ചേഞ്ച് ആവണം എന്നുള്ള ചിന്തയായിരിക്കില്ല കേട്ടോ. ഒന്നെങ്കിൽ അവരെ മീഡിയ ടെസ്റ്റിന് വിളിക്കുന്നുണ്ടായിരിക്കില്ല, രണ്ടാമത് അവർ മറ്റേതെങ്കിലും മാനുഫാക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ബ്രാൻഡ് ആയിരിക്കും അല്ലെങ്കിൽ മീഡിയ ആയിരിക്കും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്, ഉള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മാത്രം. അപ്പോൾ എന്തായാലും ഇത്രയും ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഇഷ്യൂസൊക്കെ മാറ്റി നല്ല ക്വാളിറ്റിയിൽ വണ്ടി ഇറക്കുക, KTMന് നല്ലത്. കമ്പാരിസൺ വീഡിയോ ഞാൻ ചെയ്യാം, വേഗം തന്നെ ചെയ്യാം. ചെറുതായിട്ട് ക്ഷീണം, ചെറിയൊരു പനിക്കോൾ വരുന്നുണ്ട്. പനി വരരുതെന്നാണ് പ്രാർത്ഥന, നീരുവീഴ്ച മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അടുത്തൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് 2025 ആയിട്ടുള്ള ഹയബൂസ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്റർനാഷണലി ലോഞ്ച് ചെയ്തിട്ടുള്ള ഹയബൂസ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. OBD2B ആയിട്ടുള്ള ഒരു എഞ്ചിൻ നോംസിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഷോറൂം പ്രൈസ് ഏകദേശം ഒരു 16.67 ഏകദേശം 17 ലക്ഷത്തിൻ്റെ അടുത്തേക്കൊക്കെയാണ് ഷോറൂം പ്രൈസ് വരുന്നത്. ഞാൻ പ്രൈസ് എഴുതി വയ്ക്കാൻ മറന്നു, അതുകൊണ്ടാണ് ഞാൻ റേറ്റ് 16 സംതിങ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഹൈബൂസയുടെ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഞാൻ അന്ന് പറഞ്ഞ മാറ്റം തന്നെയാണല്ലോ, പുതിയ കളേഴ്സ്, പിന്നെ എഞ്ചിനിൽ കുറച്ച് മേജറായിട്ട് മാറ്റമൊന്നുമില്ല, കുറച്ചും കൂടി ഇലക്ട്രോണിക്കലി കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, കുറച്ചും കൂടി റിലയബിൾ ആയിട്ടുള്ള കുറച്ച് റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ ആക്കാനായിട്ട്. ഇനി അടുത്തൊരു കാര്യം, റേസിംഗ് ഇഷ്ടപ്പെടുന്നവർക്കാണ് TVSന്റെ 1 മേക്ക് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള സെലക്ഷൻ വരുന്നുണ്ട്. മെയ് 9 തൊട്ടിട്ട് സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റേസിങ്ങിൽ എൻട്രി ചെയ്യണം, റേസ് ഓടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. അതിൻ്റെ ആ ഒരു പോസ്റ്റർ തന്നെ ഞാൻ ഇതിൽ കൊടുക്കാം. എന്നോട് ആരും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ചോദിക്കേണ്ട, കാരണം TVSന്റെ ഒഫീഷ്യൽസ് തന്നെ ആയിരിക്കും അതിൻ്റെ ഇൻഫർമേഷൻ തരിക. ആ ഒരു പോസ്റ്ററിൽ, ഞാൻ കൊടുക്കുന്ന പോസ്റ്ററിൽ തന്നെ ഒരു നമ്പർ ഉണ്ടായിരിക്കും. ഡൗട്ട് ഉള്ളവർക്ക് ആ ഒരു നമ്പറിൽ വിളിച്ചു ചോദിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അത് റൂക്കി ചാമ്പ്യൻഷിപ്പിനൊക്കെ ആയിട്ടുള്ള സെലക്ഷൻ കാണാനുണ്ട്. അപ്പോൾ ഡിപ്പെൻഡ് ഓൺ ദ ഏജ് ആണ് അതെല്ലാം, പിന്നെ എക്സ്പീരിയൻസിന് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ വിളിച്ചു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാओ.